സങ്കീർത്തനങ്ങൾ 29:11. കർത്താവ് തൻ്റെ ജനത്തിന് ശക്തി പ്രദാനം ചെയ്യട്ടെ, അവിടുന്ന് തൻ്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ. എനിക്ക് തോന്നുന്നു വല്ലാതെ അർത്ഥവത്തായി ഇന്ന് ഇറങ്ങേണ്ട ഒരു വചനമാണ്. അവിടുത്തെ തൻ്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ. സമാധാനം നഷ്ടപ്പെട്ട അനേകം പേർ, പല കാരണങ്ങൾ കൊണ്ട് സമാധാനം നഷ്ടപ്പെട്ടവർ, അതിൻ്റെ കുഞ്ഞുങ്ങളാവാം, ജീവിതാനുഭവങ്ങളാവാം, പങ്കാളിയാവാം, പ്രതിസന്ധിയാവാം, ജോലിയില്ലാത്ത അവസ്ഥയാവാം, ചുറ്റും അതെന്തുമായിക്കൊള്ളട്ടെ, സമാധാന അന്തരീക്ഷം നഷ്ടപ്പെട്ടു പോയ അവസ്ഥയിലേക്ക്, അതിലേക്കൊക്കെ കാർമേഘം വല്ലാതെ കയറിപ്പോയിട്ടുണ്ടെങ്കിൽ, സ്നേഹമുള്ളവരെ, അവിടെ നിന്നൊക്കെ സമാധാനത്തിൻ്റെ നിഴല് വീഴാൻ സ്വർഗം ഈ വചനത്തിൻ്റെ അഭിഷേകം നിറയ്ക്കട്ടെ. ഈ വചനം ശ്രവിക്കുന്ന ശ്രവണപഥത്തിലെല്ലാം, ആ അന്തരീക്ഷങ്ങളിലെല്ലാം, കുടുംബ ഇടങ്ങളിലെല്ലാം, ജീവിത ഹൃദയങ്ങളിലെല്ലാം, മനസ്സുകളിൽ, വിഷയങ്ങളിൽ, പ്രസ്ഥാനങ്ങളിലെല്ലാം സമാധാന അന്തരീക്ഷം, കെട്ടുപോയ മുഴുവൻ വിഷയങ്ങളിലും സ്വർഗത്തിന് വലിയ സമാധാനം ഇന്നൊഴുകി ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം മാംസം ധരിക്കും, വചനത്തിന് അതിൻ്റെ കൃപയുണ്ട്, വചനത്തിൽ ഇടപെടും, വചനം സമൂലം ജീവിതത്തിലും വ്യത്യാസപ്പെടുത്താൻ കഴിയും, വചനത്തിന് കഴിയും. അത് തന്നെയാണ്, അതുകൊണ്ടാണ് ഇരുതല വാൾ മൂർച്ചയുള്ളത് എന്ന് പറയാം. നീ വായിക്കുമ്പോൾ നിന്റെ ഹൃദയത്തിലും, നീ ഉച്ചരിക്കുമ്പോൾ, നീ വചനം പറയുന്ന ഇടങ്ങളിലെല്ലാം സമാധാനം പടരട്ടെ എന്ന് അച്ഛൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഹൃദയപൂർവ്വം ഈ വചനം സ്വീകരിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.